എല്ലാവർക്കും അറിയാവുന്ന പോലെ എമ്പുരാൻ എന്ന സിനിമ ഞാൻ പ്രിവ്യൂ കണ്ടതാണ്. അന്ന് കണ്ട സീനല്ല ഇന്ന്. മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാമിയോട് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്ന്? കർശനമായ നടപടി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്കെതിരെ. ചേച്ചി എന്റെ സിനിമ ഫ്രണ്ടിലിരിക്കണം, ചേച്ചി അവിടെ ചോദിക്കണം, ചേച്ചി എന്റെ സിനിമ എന്താണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി രാജേഷ് കടവന്ത്രനെ കണ്ടിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അമരാജഗിരി ഉത്സവത്തിന് തന്നെയാണ് പോകുന്നത്. ഇന്ന് രണ്ടാമത്തെ ദിവസം ഞാനിവിടെ ഉള്ളതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇവിടെ DJ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ DJ കാണാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അവിടുത്തെ ചെരുപ്പ് തപ്പുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് DJയുടെ ബഹളമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. വാരികൾ അറിയാം, കൂടെ പാടോ? റെഡിയോ? കൂടിയുണ്ടല്ലോ, അപ്പൊ അതിലോട്ട് വെള്ളം കയറി പെട്ടെന്ന് അടിച്ചു പോകാൻ സാധ്യത. ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വെച്ചോട്ടെ. അതൊരു സെക്കൻഡ്. നമ്മുടെ പുറത്ത് ട്രിപ്പിന് പോകാനായിട്ട് എവിടെയായിരുന്നു? അമേരിക്കൻ ട്രിപ്പ് അല്ലേ? അമേരിക്കൻ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ചെന്നൈയിലായിരുന്നു. ഇന്ന് എത്താൻ പറ്റുമെന്നല്ലോ വലിയൊരു സംശയം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ നിന്നും ബോംബെയിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ നിന്നുമാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നിറങ്ങി നമ്മുടെ ബൈ റോഡ് ഇവിടെ എത്തി. അതിനൊരു ഗൈഡ് കൊടുത്തേ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സുഖമാണോ? സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇത്രയും ഒരു 5 വർഷമാകുന്നു ഞാൻ മിമിക്രിയിൽ സജീവമായിട്ട്. പക്ഷെ ഇത്രയും കടല് പോലെയുള്ള ഓഡിയൻസ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിൽക്കുവാണോ 2000 ഒരു വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നിപ്പോ. അത്രയ്ക്ക് അടിപൊളിയാണ് നിങ്ങളുടെ എനർജി. ഞാൻ അവിടുന്ന് വരുമ്പോ തൊട്ട് നിങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ടൊന്ന് കൂവിക്കേ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സുഖമാണോ? എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പേര് പറഞ്ഞപ്പോ തന്നെ എന്തൊരു ആവേശമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇപ്പോ വളരെ ഇപ്പൊ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്ന പ്രായഭേദം എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണല്ലോ നമ്മുടെ നസ്ലിൻ എന്ന് പറയുന്നത്. നസ്ലിന് ഇഷ്ടമുള്ളവരോടെ ഉണ്ടോ? ഇവിടെ എന്ത് ചോദിച്ചാലും ഇങ്ങോട്ട് എന്തായാലും കിട്ടും. ആ ബാക്കിലുള്ള ഏട്ടന്മാരെ നസ്ലിൻ ഇഷ്ടമാണോ? അപ്പൊ നസ്ലിൻ ഈ വേദിയിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം വളരെ നാണം കുണിങ്ങിയായിട്ടുള്ള ഒരാളാണ്. നാണം കുണിങ്ങിയായ നമ്മുടെ നസ്ലിൻ ഈ വേദിയിലേക്ക് കടന്നു വന്നാൽ ഇതിങ്ങനെയായിരിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരു നല്ലൊരു കൈയടി ഒന്നുകൂടി. നിങ്ങളുടെ എല്ലാവരുടെ കൈയടി കിട്ടുമ്പോഴല്ല എന്റെ രോമ എഴുന്നേറ്റിരിക്കുന്നു. സത്യം പറഞ്ഞ ആറ്റിങ്ങിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല. എന്തായാലും ഈ കടല് പോലെയുള്ള ജനങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എന്റെ ചേച്ചി എന്റെ സിനിമ ഫ്രണ്ടിലിരിക്കണം, ചേച്ചി അവിടെ ചോദിക്കണം, ചേച്ചി എന്റെ സിനിമ എന്താണ്? ഇതിന് കൂട്ടിനുള്ള കിളിയാ. കൊള്ളാല. ചേച്ചി എന്നെ കണ്ടിട്ട് ചിരിക്കണ്ടാട്ട. എന്റെ പൊന്നിയേച്ചി, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നെന്നറിയോ? ചെന്നൈന്ന് ബോംബെന്ന് അങ്ങോട്ട് കാറില് എന്തൊരു പ്രശ്നങ്ങള്. അതേ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്നെ ഞാൻ പണ്ട് പോലും പുറകെ നടക്കണ കുട്ടിയല്ലേ നീ ഇതുവരെയായിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. അതെന്താ കാരണം? നീ വെളിപ്പെടുത്തിട്ട് അത് ആരൊക്കെയാണത് വെളിപ്പെടുത്തിട്ട് പോയാ മതി. പോയില്ല എന്നാ കൊള്ളാട്ടാ. വന്നപ്പോഴേ റിജക്ഷൻ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ വിനീതേട്ടനാണ്, വിനീത് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ചിരിയൊക്കെ വന്ന വണ്ടി
എല്ലാവർക്കും നമസ്കാരം. ഹായ് ചേട്ടാ, എന്തൊക്കെയുണ്ട്? അത് സത്യം പറഞ്ഞാൽ ഈ കൂട്ടത്തില് ഈ വെള്ള ബനിയനിട്ട് ചേട്ടൻ നല്ല നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ചേട്ടൻ നാണം കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കുറെ നാളെ ഒരുമിച്ച് വർക്ക് ചെയ്തല്ലേ ചേട്ടാ. ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എന്താ മോളെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എന്തായാലും താങ്ക് യു സോ മച്ച്. ആറ്റിങ്ങൽ വന്നപ്പോൾ തന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണൻ ചേട്ടൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം എന്നെ പോലെ ഭയങ്കര ചിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഒരേ ഒരു കാര്യമാണ്, എന്റെ വലിയ ശ്രീനിവാസ, നീ ഒട്ടും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആറ്റിങ്ങൽ വന്നാൽ നീ ഒരു മണല് എറിഞ്ഞാൽ പോലും അത് താഴെ വീഴില്ല, അത്രയ്ക്ക് ജലപ്പെരുപ്പമായിരിക്കും. കഴിഞ്ഞ അവിടെ നമ്മുടെ ഒക്കെ വന്നിട്ട് പോയതല്ലേ. എന്തായാലും നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല, നീ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പോയി രാജേഷ് കടവന്ത്രനെ കണ്ടിട്ട് വരാം. അങ്ങനെ പറയണ്ടായി. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് ഒരു ഷൈൻ്റെ വരവായിരുന്നു. ഷൈൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടാത്ത ആരില്ല. എന്നെ പൊന്നാണ്ട് ഇച്ചിരി ലെവല് വരും. ലെവല് നമ്മളിങ്ങനെ അതെ ഇവിടെ നമ്മള് മോണിറ്ററിന് തൊട്ടടുത്തെത്തിയാലും നമുക്ക് താണ്ട് കേൾക്കൂടെ എന്നെ പൊന്നു ചേച്ചിമാരെ ചേട്ടന്മാര് എന്ത് രസം, എന്തു സുഖം. ഫ്രണ്ടിലിരിക്കണ വെച്ച് ഡാൻസ് കളിക്കണ ഞാൻ പല വീഡിയോക്കെ പോയിരുന്നു. അല്ല ഇത്രയും ജനത്തിന് ഞാൻ കണ്ടിട്ടില്ല എന്റെ മക്കളെ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് മുന്നോട്ട് പോവില്ലോന്ന് പോലെ എനിക്ക് അറിയില്ല. ഫ്രണ്ടിലിരിക്കും കുട്ടി എന്നെ വല്ലാതെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ. ആര് കാടനാ നിങ്ങളാ? വേടനൊക്കെ വരൂടാ, നീ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യടാ. നമ്മള് സ്റ്റാർസ്, നമ്മള് താരങ്ങൾ കടന്നു പോയിട്ട് വേണ്ട പാട്ടുകാരും വരണ അല്ല മോളെ. എന്ന ടീഷർട്ട് ഇട്ടേട്ടാ അല്ലേ ചേട്ടനൊന്ന് വികാരത്തോടൊന്ന് ചിരിക്കേട്ടാ എന്റെ പൊന്നെ ചേട്ടാ. അങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിച്ചു പോയി. അപ്പൊ നമ്മുടെ വിനായകൻ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല ഞാനൊന്ന് പറഞ്ഞു, എടാ മോനെ, എടാ കുട്ട, എടാ നിനക്ക് ചെവി കേൾക്കില്ലേ? എടാ മോനെ, നീ കുറെ നേരം ഈ മൊബൈലിൽ നമ്മ കുട്ടിക്കൊണ്ടിരിക്കണം. അവൻ പറയാം മൊബൈലല്ല ക്യാമറ, നിനക്കെന്നെ കണ്ണും കൊണ്ടുവിടുന്നതാണ്. എടാ എന്നെ പൊന്നു, എടാ സോമ നീയായിരുന്ന നീ എന്താണ് ഇവിടെ? എന്നെ പൊന്നു ചേച്ചിമാരെ ചേട്ടന്മാരെ എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ വല്ലാത്ത ഇങ്ങോട്ട് ചാടി കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മോനെ. എടാ നീ സോഷ്യൽ മീഡിയ അവനവരുടെ അടുത്തോട്ട് നോക്കി മോനെ ഈ സോഷ്യൽ മീഡിയ ആൾക്കാർ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വേണമെങ്കിൽ ടി ജി രവി ചേട്ടനോട് ചോദിച്ചു. ഹലോ ശ്രീ മൈ സൺ, ഈ ആറ്റിങ്കലിന്റെ ഉത്സവ പറമ്പിൽ എന്റെ അലോഷിയെ കണ്ടോ മോളെ? ഉറക്കെ പറയൂ മോളെ, അലോഷിയെ കണ്ടോ? ആരെങ്കിലും അലോഷിയെ കണ്ടോ? ഈ ഫ്രണ്ടിലിരിക്കണ അമ്മച്ചി എന്റെ കൂടെ പഠിച്ചതല്ലേ? അലോഷി എന്റെ പൊന്നുമോനെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചകളെ ക്യാമറ കണ്ണുകൾ കൊണ്ട് നിഷ്പ്രഭമാക്കരുത്. മൈ അലോഷി. ആരാണ് ഇവിടെ കാണുന്നത്? എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ജനസാഗരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ചിരിക്കുന്നത്? ഇങ്ങോട്ട് വന്നു. നമ്മൾ സാധാരണയായി ഡ്രസ്സ് ധരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അങ്കലാവണ്യം കാണിക്കാതിരിക്കാൻ വേണ്ടി. അല്ല, ഇങ്ങോട്ട് വന്നു. ഇത് ഏത് വലയിലാണ് ഇത്? അകത്തുള്ള എല്ലാം കാണാവുന്നു. ഓ, അതുകൊണ്ട് ഈ ഇദ്ദേഹം എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യരാജാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായത് കൊണ്ടാണല്ലോ മഹേഷ് കുമാർ കറക്റ്റ് സമയത്ത് എത്തിയത്. അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ ഇദ്ദേഹത്തെ ഈ പരിപാടിക്ക് കഴിയുന്നവരെ നോക്കി നിർത്തണം. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞിരിക്കും. അല്ലേ അല്ലേ ആലേന്ന് സമ്മതിച്ചു.
ഏത് തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും ഇതേ അവസ്ഥ തന്നെ. നമ്മൾ വന്നാൽ കൈയടിയില്ല, മോദിജി വന്നാൽ വലിയ ഇത്. അത് അവിടുത്തെ ഒരു മര്യാദയാണ്. ഞാനൊരു മുഖ്യമന്ത്രി, ഹലോ മിസ്റ്റർ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാമിയോട് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്ന്? കർശനമായ നടപടി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്കെതിരെ. ഇതെന്താ മോദിജി? പണ്ട് നമ്മൾ കളിക്കാറുണ്ട്, ഓരമ്മ കടയിൽ പോയി ഓരോട്. അല്ല പിണറായി, ഇതല്ല ഇപ്പോഴത്തെ ഫാഷൻ. എന്റെ പേര് പിന്നെ എനിക്ക് വയസ്സ് 8. സൂചി കുത്താൻ ഇടമില്ലാത്ത ആറ്റിങ്ങാടിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നത്. അടുത്ത ദിവസം എന്തൊക്കെയുണ്ട് സൗണ്ട് ചെയ്യുന്നത്? സുഖമാണോ? എത്ര വർഷമായി കണ്ടിട്ട്? ഞങ്ങൾ മലപ്പുറത്ത് പോയാണ്. മലപ്പുറത്ത് വെച്ച് അതെ ഫോണിൽ സംസാരിക്കുന്ന സ്ത്രീ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അല്ലാതെ അങ്ങനെ ചെയ്ത് കർശനമായ നടപടി എടുക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ മലബാർ പോയപ്പോൾ മലബാറിലുള്ള അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താ നിന്റെ പേര്? മലബാർ. ആരാണ് പോയിട്ടത്? രാജേഷ്, നിന്റെ ജോലി നീ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നാമത് നീ കറുത്ത ഷർട്ട് ഇട്ടാണ് വന്നിരിക്കുന്നത്, ചുവപ്പല്ലേ. കറുത്തതായ ഇവിടെ കർശനമായ നടപടി ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തോട് ഇതെന്താണ് മലബാർ? എനിക്കറിയില്ല മലബാർ. നിനക്കറിയോ മലബാർ? നീ അതെങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുക. മുഖ്യമന്ത്രിയെ കൊല്ലണം കാണിച്ചാൽ കർശനമായ നടപടി. അപ്പോ ഇതിനോട് ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് പേര്? മലബാർ. കൽബാണ് മലബാർ, കനവാണ് കുളിരാണ് മലബാർ. അതാണ് നമ്മള് പാടണ ചെങ്ങായി. എന്നാ സൗണ്ട് ചെറിയ പാട്ടെടുക്കും. എല്ലാരും കൈയെടുത്ത് അങ്ങനെ പറ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മഴ പെയ്തു. ഇതല്ല കടലാസ് മഴ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഈ പെൺറായി എന്ന് വിളിച്ച് ഈ കൊട്ടയിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ പോലും എന്നെ അങ്ങനെ വിളിക്കുന്നു. മാത്രമല്ല പലരും ഇപ്പൊ സംശയിക്കുന്നുണ്ടാവും, മഹേഷ് കുഞ്ഞുപോലെ ശബ്ദം വേണം. മഹേഷേ പറയൂ. ഇതാണ് എന്റെ ശബ്ദം. അപ്പൊ നമ്മളെല്ലാവരും കേട്ടു, കുറെ കാര്യം കേട്ടു. ഇനി കുറച്ച് സൗണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിതാണ്. അല്ലേ അല്ലേ അല്ലേ? ആരെ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? ആരെ? വേടൻ. ഇത് നടക്കാട്ടല്ല. ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ. ഇത് ഉരുക്ക് ഗുണമുള്ള തോളുടാ. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും, കുടിച്ച കള്ള് കള്ളമൊന്നും, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും, കുടിച്ച കള്ള് കള്ളമൊന്നും. അടപ്പാദ്യം കലയിലൊരടിച്ച് കിണ്ടിയാട്ടോ. Audience.
ഓ റെഡിയാണ്. നമ്മളെല്ലാവരും പല പല വോയിസുകൾ കേൾക്കാറുണ്ട്, പല ആളുകളും പല രീതിയിലാണ് സംസാരിക്കുക. ഈ സത്യം പറഞ്ഞ ഈ മനുഷ്യൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് പരിപാടി കാണുന്നതാണ്. സത്യം പറഞ്ഞ ഇദ്ദേഹം വിനയ് ഫോർട്ടിന്റെയും ആസിഫ് അലിയുടെയും ഒരു മിക്സ് ആണ് നമ്മുടെ രാജേഷേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അറിയില്ല. വിനയ് ഫോർട്ടിന്റെ ശബ്ദം ഒന്ന് എടുത്തേട്ടാ. വിനയ് ഫോർട്ടിന്റെ സാർ, എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ തലയിൽ മുടിയില്ല. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. പെട്ടെന്ന് ആസിഫിനെ ആക്ച്വലി അഴകിൽ നടന്ന ഫിലിമില്ലേ, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആറ്റിങ്ങിലാണോ വീട്? ആറ്റിങ്ങിൽ HDFC ബാംഗ്ലൂർ ഭാസ്കരൻ എന്നാലും അറിയോ? ബാംഗ്ലൂർ ടുഗദർ. എനിക്ക് മനസ്സിലായി. താങ്ക് യു. കണ്ടോ, ഇങ്ങനെ പടവെന്ന് സ്വിച്ച് ഇട്ടാൽ ഞങ്ങളെപ്പോലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ സൗണ്ട് ചെറിയ വ്യത്യാസം വരുത്തി നമുക്ക് മാറ്റാം. അതെ. എല്ലാവർക്കും അറിയാവുന്ന പോലെ എമ്പുരാൻ എന്ന സിനിമ ഞാൻ പ്രിവ്യൂ കണ്ടതാണ്. അന്ന് കണ്ട സീനല്ല ഇന്ന് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ സീനും മാറിക്കൊണ്ടിരിക്കുകയാണ്. മോൾ ഇന്ന് കാണുന്ന സീനല്ല നാളെ കാണുന്നത്, നാളെ കഴിഞ്ഞ് കാണുന്ന സീനല്ല നാളെ കഴിഞ്ഞ് കാണുന്നത്.